യഹോവേ, ഞാൻ നിനക്ക് കീർത്തനം പാടും. അധികാരത്തിൻ്റെ സിംഹാസനത്തിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കാലെടുത്തു വെക്കുന്നതിന് മുമ്പ് അവൻ പാടിയ സങ്കീർത്തനത്തിൻ്റെ ഒന്നാമത്തെ വാക്യമാണ്, യഹോവേ, ഞാൻ നിനക്ക് കീർത്തനം പാടും. എന്തിനാണ് അവൻ അങ്ങനെ പാടിയത്? അധികാരത്തിലേക്ക് കയറുമ്പോൾ അവൻ അങ്ങനെ പാടാനുള്ള കാരണം എന്താണ്? പ്രിയമുള്ളവരെ, ഒന്ന് തിരിഞ്ഞു പോവുക. ശമൂവേലിൻ്റെ പുസ്തകം 16-ാം അധ്യായം. ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടാവുകയാണ്, ശമൂവേലേ, നീ എഴുന്നേറ്റ് ബേത്ലഹേമിനായ ഇശായിയുടെ വീട്ടിലേക്ക് ചെല്ലുക. ഈ ദേശത്തിൻ്റെ രാജാവിനെ ഞാൻ ഇശായിയുടെ വീട്ടിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ കൊമ്പിൽ തൈലവും എടുത്തുകൊണ്ട് ശമൂവേൽ എന്ന ദൈവപുരുഷൻ ഇതാ ബേത്ലഹേമിനായ ഇശായിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഇശായിയോട് പറഞ്ഞു, ഇശായിയെ, ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി, നിന്റെ ഒരു കുഞ്ഞിനെ ദൈവം തമ്പുരാൻ രാജാവാക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നിന്റെ മക്കളെ വിളിക്കാൻ പറഞ്ഞു. അപ്പൻ മക്കളെ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി. ഏലിയാബ്, അബിനദാബ്, ശമ്മ, ഇങ്ങനെ മക്കളെ അപ്പൻ ഇങ്ങനെ എണ്ണി വിളിക്കുകയാണ്. 7 മക്കളെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അപ്പൻ കുറച്ചു നേരത്തേക്ക് മിണ്ടാതിരുന്നു എന്ന് വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. വീട്ടിൽ പോയി വായിച്ചു നോക്കണം. മിണ്ടാതിരുന്നു എന്നുള്ളതിന് എന്താണെച്ചാൽ ഉറപ്പ് എന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ പറയാം, 7 മക്കളെ വിളിക്കാൻ ഒരു അപ്പൻ കാണിച്ച തിടുക്കം 8ാമത്തെ വിളിക്കാൻ കാണിച്ചില്ല. കാരണം എന്താണെന്നറിയാമോ? 7 മക്കളെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ശമൂവേൽ ഈ ഇശായിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇശായിയെ, നിന്റെ മക്കൾ തീർന്നോടാ? നിന്റെ മക്കൾ തീർന്നോ? അങ്ങനെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഒരപ്പൻ ഒരു നിമിഷമെങ്കിലും ഒന്ന് മൗനം പാലിച്ചിട്ടുണ്ട്. 8ാമത്തെ വിളിക്കാൻ ഒരപ്പൻ മൗനം പാലിച്ചവൻ്റെ പേരാണ് ദാവീദ്. എൻ്റെ മുമ്പിലിരിക്കുന്ന വിശ്വാസിയെ, അപ്പൻ മറന്നുപോയവൻ്റെ പേരാണ് ദാവീദ്. അപ്പൻ മറക്കുമോ? മറക്കും പ്രിയമുള്ളവരെ. അമ്മ മറക്കുമോ? മറക്കും പ്രിയമുള്ളവരെ. ഇല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് പാടുന്നത്? പെറ്റതള്ള മാറിപ്പോയാലും വേണ്ട, പാടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൻ മറക്കും പ്രിയമുള്ളവരെ, അമ്മ മറക്കും. അങ്ങനെയാണെങ്കിൽ സ്വന്തം അപ്പൻ മറന്നവൻ്റെ പേരാണ് ദാവീദ്.